ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപവശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പതിം ആനശൃണ്വൻ നോതുഭിः സീതസാദനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേമം നിറഞ്ഞ ബന്ധുക്കൾക്കും നൂറായിരം സ്നേഹാശംസകൾ, കോടി പ്രണാമം. നമ്മുടെ ജീവിതം മധുവിധുവായി അവസാന നിമിഷം വരെ കൊണ്ടുപോകേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. അത് സാർത്ഥകമാക്കാനാണ് ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും ബ്രഹ്മസൂത്രവും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും രാമായണവും രചിച്ചത്. ഇത് പഠിക്കാനുള്ളതാണ്. നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് വരും തലമുറയെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു വൃത്തികെട്ട സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കളിലും അത് വരും. അതുകൊണ്ട് നമ്മൾ വളരെ കെയറായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതം അനുനിമിഷം പരിണാമത്തിനും പരിവർത്തനത്തിനും വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ദുഃഖ, ദുരിത, ശാപ, കോപ, ജാതക, കാല ദോഷങ്ങളെ കൊണ്ട് പിരിമുറുക്കുകയാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിന് നാം അത്താണിയായി കാണുന്നത് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയുമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മണ്ടൂക ബുദ്ധി. അതിൻ്റെ അർത്ഥം പൊട്ടക്കിണറിലെ തവളയുടെ ബുദ്ധിയാണ്. 100% തെറ്റാണത്. നമ്മളെ മക്കളോട് കൊണ്ട് തൊഴുതിൽ പ്രാർത്ഥിച്ച മക്കളെ ഒന്നും നടക്കില്ല. പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഒന്നും നടക്കില്ല. പിന്നെ ഈ പ്രാർത്ഥന പ്രവൃത്തിയിലൂടെ പരിശീലനത്തിലൂടെ പരിണാമത്തിലൂടെ പരിവർത്തനത്തിലൂടെ നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യണം. അല്ലാതെ ഗുരുവായൂരപ്പൻ ചോദിക്കുന്നതെല്ലാം തരുന്ന ഒരു സൂപ്പർമാനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു സൂപ്പർ മാർക്കറ്റാണ്, ആവശ്യമുള്ളതൊക്കെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ തരും എന്ന് നമ്മൾ ചിന്തിക്കരുത്. മൊബൈലല്ല. കാരണം മൊബൈൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തോണ്ടി കാണാമല്ലോ. അതുപോലെ എല്ലാം ഗുരുവായൂരപ്പൻ ഇല്ല. പിന്നെ ഗുരുവായൂരപ്പൻ GPay അല്ല എന്നുള്ളത് തിരിച്ചറിയണം. കാരണം ഗൂഗിൾ പേ നമുക്ക് എല്ലാ ആവശ്യത്തിനും. ഇത് ഗുരുവായൂരപ്പനോട് പോയി ചോദിച്ചാൽ വല്ലതും തരുമോ? ഇല്ല. അപ്പോൾ പിന്നെ ഗുരുവായൂരപ്പൻ ആരാണ്? ആ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു. അത് നല്ല ചോദ്യം. എൻ്റെ മകൻ എന്നോട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ്, അച്ഛാ ഗുരുവായൂരപ്പൻ ആരാണെന്ന്. സത്യത്തിൽ എനിക്കും അത്ര കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഭട്ടതിരിപ്പാടുമായിട്ട് എനിക്ക് വളരെ അടുത്ത കണക്ഷനാണ്.
നാരായണീയം എൻ്റെ ഗുരുമുഖത്തു നിന്ന് ഞാൻ പഠിച്ചതാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ധർമ്മശാസ്ത്രങ്ങൾ, എൻ്റെ ഗുരു സംപൂജ്യ ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ഞാൻ പഠിച്ച നാരായണീയം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം സാന്ദ്രമായ ആനന്ദമാണ്, സച്ചിദാനന്ദമാണ് ഗുരുവായൂരപ്പൻ. സാന്ദ്രാനന്ദ അവബോധമാണ്. എൻ്റെ ഉള്ളിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള, എൻ്റെ ബുദ്ധിയിലുള്ള, എൻ്റെ ബോധത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത്. ഞാൻ എന്നെ എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ അതൊക്കെ ഞാൻ ബോധസ്വരൂപനാണ് എന്നുള്ളതാണ്. ഭട്ടതിരിപ്പാട് ഗുരുവായൂർ നാലമ്പലത്തിനകത്ത് വച്ച് അഗ്രേ പശ്യാമി തേജോ, കണ്ട കാര്യമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. സാന്ദ്രാനന്ദമായിട്ടുള്ള ആ സച്ചിദാനന്ദമാണ് ഗുരുവായൂരപ്പൻ. ഇങ്ങനെയൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ അമ്പാടിക്കണ്ണൻ അദ്ദേഹം നമുക്ക് ഒരു ഇൻസ്പിരേറ്റഡ് പവറായി മാറും. കാരണം നമ്മുടെ മക്കൾ നമുക്ക് നല്ല ബുദ്ധിയുള്ളവരായി മാറണം. അപ്പോൾ ബുദ്ധിസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാനന്ദമാണ്, ആനന്ദമാണ്, ബോധസ്വരൂപമാണ്, ബുദ്ധിസ്വരൂപമാണ്. ഗുരുവായൂരപ്പൻ എന്താണ് നമുക്ക് പ്രസാദം തരാമെന്ന് വെച്ചാൽ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിയുവം ദദാമി ബുദ്ധിയോഗം. ഗുരുവായൂരപ്പൻ എന്താ പറയണത്? നിനക്ക് ഞാൻ ബുദ്ധിയെ പ്രസാദമായി തരാം എന്നുള്ളതാണ്. റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം ചെയ്തോളൂ, ഇനി ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ തൊഴുത് കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊണ്ടുവരുമ്പം ആ കിഴക്കേ ഗോപുരം, നമ്മൾ ആ ക്യൂവിൽ കയറുന്നതിന് തൊട്ടിപ്പുറത്ത് ദേവസ്വം ബുക്ക് സ്റ്റാളുണ്ട്. അവിടുത്തെ ഭഗവത്ഗീത വാങ്ങിച്ചോളൂ, പഠിച്ചോളൂ. ദദാമി ബുദ്ധിയോഗം. അല്ലാതെ വേറൊന്നും ഗുരുവായൂരപ്പന് തരാൻ പറ്റത്തില്ല. ബുദ്ധി തരും. ആ ബുദ്ധിയിൽ നിന്നും നമുക്കെല്ലാം നേടിയെടുക്കാം. അപ്പോൾ ആ ബുദ്ധിയിൽ ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ, അമ്പാടിക്കണ്ണൻ ഒരു ഇൻസ്പിരേറ്റഡ് പവറായി, ഉൾപ്രേരക ശക്തിയായി, ഉൾപ്രചോദന ശക്തിയായി നാം ആവാഹിച്ചെടുക്കണം. അതിനാണ് ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. ഗുരുവായൂർ പോയാൽ എന്താ ചെയ്യേണ്ടത്? ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. അറിയണം, ജ്ഞാതും ദൃഷ്ടും, ദർശിക്കണം, പിന്നെ പ്രവേഷ്ടും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ബോധം, നമ്മുടെ മനസ്സ് ഗുരുവായൂർ ശ്രീലകത്തിനകത്തോട്ട് പ്രവേശിച്ച വിഗ്രഹത്തിൽ ദൃഷ്ടി പതിപ്പിച്ച് അവിടെ നിന്നായ എനർജി. അതുകൊണ്ടാണ് ആ കൃഷ്ണന് കൃഷ്ണൻ എന്ന പേര്, ഗുരുവായൂരപ്പന് കൃഷ്ണൻ എന്ന പേര്. അടുത്ത പ്രാവശ്യം ഗുരുവായൂർ പോകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുവായൂരപ്പൻ്റെ പേരെന്താണ്? കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് വെച്ചാൽ കർഷയിതി. കൃഷ്ണൻ കാന്തിക ശക്തിയാണ്. ഗുരുവായൂരപ്പൻ്റെ, കൃഷ്ണൻ്റെ ആ കാന്തിക ശക്തി അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ 4 മണിക്കൂർ 5 മണിക്കൂർ ക്യൂ. ഈ അണ്ടകടാഹത്തുള്ള ആൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകി പോകുന്നത്. കുട്ടി ശ്രദ്ധിക്കൂ, നമ്മളെ മക്കളോട് പറയണം, ഗുരുവായൂരപ്പൻ എന്താണ്? കൃഷ്ണനാണ്. കർഷയിതി കൃഷ്ണൻ, ഒരു കാന്തിക പ്രഭാശക്തിയാണ്. അപ്പം ആ വിഗ്രഹ ചൈതന്യം നമ്മുടെ ഉള്ളിലോട്ട് ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ശക്തി ചൈതന്യം നമ്മളെ ഓരോ കോശങ്ങളിലോട്ടും നമുക്ക് ആവാഹിക്കാം. അത് നമ്മുടെ ഓറയായി പ്രവർത്തിക്കും, ചൈതന്യമായി പ്രവർത്തിക്കും. അത് തിരിച്ചറിയണം. നമ്മുടെ അന്തരാത്മശക്തിയാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്താണ്? നമ്മുടെ അന്തരാത്മശക്തിയാണ് എന്ന് തിരിച്ചറിയണം. ഇതിന് നമുക്ക് പ്രമാണം വേണം. ആ പ്രമാണം ഭാഗവതത്തിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഭാഗവതത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഗോപിക
പ്രമാണം എന്ന് പറയും ഭാഗവതത്തിൽ. നഗലു ഗോപിക നന്ദനോ ഭവാൻ. ഗുരുവായൂരപ്പനെ ആരാണ്? നഗലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അഖിലദേഹിനാം അന്തരാത്മദൃക്ക്. ഗുരുവായൂരപ്പൻ ആരാണ്? ഭാഗവതത്തിൽ എന്താ പറയുന്നത്? ഗോപികമാരെന്താണ് പറയുന്നത്? പ്രമാണം എന്താണ് പറയുന്നത്? അന്തരാത്മദൃക്ക്. നിങ്ങൾ അവിടെ പോയിട്ടാകുമ്പം ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടല്ലോ, ആ കാണുന്ന ദൃക്ക്, ദൃശ്യം ഗുരുവായൂരപ്പൻ, ദൃക്ക് ഉള്ളില് ഗുരുവായൂരപ്പൻ, രണ്ടും ഗുരുവായൂരപ്പൻ. അപ്പോൾ ദൃശ്യവും ദൃക്കും ഒന്നായി മാറുന്ന അസുലഭ നിമിഷമാണ് ആ പൊന്നോടക്കുഴല് വിളിച്ച തങ്കക്കട്ടിയുടെ തിരുനടയിൽ നമ്മൾ. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് ദൃക്ക്, നിങ്ങളുടെ ഉള്ളിൽ ദൃക്ക്, നിങ്ങളെ കാണുന്ന മൊബൈലാണ് ദൃശ്യം. അപ്പോൾ ഉള്ളിൽ കാണുന്ന ചൈതന്യമാണ് ഭാഗവതത്തിൽ പറയുകയാണ് നഗലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്ക്. ഈ ആത്മമഹിമ, ഈ ആത്മമഹിമ അനന്ത സാധ്യതകളുള്ളതാണ്. ഈ ഈ ഈ കൃഷ്ണൻ, ഈ ശക്തി ചൈതന്യം അനന്ത സാധ്യതകളുള്ളതാണ്. ഒരിക്കലും ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ദുഃഖത്തിൻ്റെ തരി പോലുമില്ല കണ്ടുകുട്ടിക്കാൻ, ഒരിക്കലും ദുഃഖിക്കാത്ത, ദുഃഖത്തിനെ ദുഃഖിപ്പിച്ച് ആട്ടി ഓടിപ്പിക്കണം എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ ഭാഗവതത്തിലൂടെ നമ്മളോട് പറയുന്നത്. ആ പൊന്നോടക്കുഴലെ വിളിച്ചിട്ടുള്ള പൊന്നോണക്കണ്ണൻ, ആ അമ്പാടിക്കണ്ണൻ നമ്മോട് പറയുന്നതാണ് മാ വിദ്യുഷാവഹൈ, ആരും ദുഃഖിക്കരുത്. അത് വേദങ്ങൾക്ക് പറയാനുള്ളത്. നത്വം ശോചിത്തുമർഹസി. ഇവിടെ അടിവരയിട്ട് ഭഗവാൻ പൂർണ്ണ പുണ്യാവതാരമെടുത്ത്, പൂർണ്ണ പ്രേമാവതാരമെടുത്ത്, പൂർണ്ണ സ്നേഹാവതാരമെടുത്ത്, പൂർണ്ണ ജ്ഞാനാവതാരമെടുത്ത്, എന്ത് പൂർണ്ണ ജ്ഞാനാവതാരമെടുത്തിട്ട് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസായ പ്രാക്ടിക്കൽ വിസ്ഡത്തിൽ കൃഷ്ണൻ എഴുതി വച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിപ്രഷൻ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു രോഗമാണ്, മനോരോഗമാണ്. എല്ലാവരും 2030 70% ആളും ഇതിൽ മുങ്ങിക്കുളിക്കും എന്നുള്ളതാണ് WHO പറയുന്നത്. അതിന് സൊല്യൂഷൻ ഡിപ്രഷനെ, അതായത് വിഷാദ രോഗത്തെ കൃഷ്ണനുമായി ചേർത്ത് കഴിഞ്ഞാൽ വിഷാദ യോഗമാക്കി മാറ്റാമെന്ന് 5500 വർഷം മുന്നേ ഭഗവത്ഗീതയിൽ 1-ാം അധ്യായത്തിൽ എഴുതി വെച്ചു. 2-ാം അധ്യായത്തിൽ എണ്ണി പറയുകയാണ്. എന്താണ് 2-ാമത്തെ അധ്യായം? സാഖ്യയോഗം. ദുഃഖമിതാണ്, ദുഃഖമിതാണ്, ദുഃഖമിതാണ്. വേദങ്ങൾ പറയുന്നു നേതി 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 എന്ന്. എന്നിട്ട് ഒടുവിൽ അവശേഷിക്കുന്ന എന്താണ്? അതാണ് ഇതി 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 ഇതി. ഇതുപോലെ ഉള്ളിലുള്ള അന്തരാത്മാവ്, ആത്മമഹിമ സന്തോഷവും സംതൃപ്തിയുമാണ് എന്ന് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ച് നെഞ്ച് തൊട്ട് കാണിച്ചു തരികയാണ്. 2-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ദേഹി നിത്യമവധ്യോയാം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഇത്ര സ്നേഹമാണ് നോക്കിയേ. ഈ പ്രേമത്തെക്കുറിച്ച് നമ്മളെങ്ങനെ നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പൂർണ്ണാവതാരപ്പെടുത്ത ശങ്കരാചാര്യർ പറയുന്നു. ശങ്കരാചാര്യം, ശങ്കരൻ തന്നെ ശങ്കരാചാര്യരുടെ അടുത്ത് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയിട്ട് പറയുന്നു നത്വം ശോചിത്തുമർഹസി, ആരും ദുഃഖിക്കരുത്.
10 രൂപ പോലും നമുക്ക് ചെലവില്ല. ഇത്രയും പ്രേമസ്വരൂപനാണ് ഭഗവാനെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ, ആ പ്രേമത്തിൽ നീന്തിത്തുടിക്കുന്ന പുഞ്ചിരിയും സന്തോഷവും സംതൃപ്തിയും കണ്ട് നമ്മളെ മക്കളോ ചോദിക്കണം, അച്ഛാ എന്താണ് ഈ ട്രേഡ് സീക്രട്ട് സന്തോഷത്തിൻ്റെ? അപ്പോൾ പറയണം, വാ മക്കളെ ഇരിക്ക്, ഭഗവത്ഗീത പഠിക്കുന്നു. എന്നിട്ട് പറയാം, നമ്മൾ ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കണം. നത്വം ശോചിത്തുമർഹസി. എടാ, നിനക്ക് എം പിമാരുടെ ഇവരുടെയൊക്കെ പിന്തുണ ഉണ്ടെന്നെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലൊക്കെ കളിച്ചും മിട്ടുമിട്ടുക്കനായി കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമിനെ പോലെ നിനക്കും ഇന്ത്യൻ രാഷ്ട്രപതിയാകാം. ഒരു വളരെ പാവപ്പെട്ട വ്യക്തിയായിട്ട് ജനിച്ച് വളർന്നു വിചാരിക്കുക, ദ്രൗപദി മുർമുവിനെ പോലെ നിനക്കും ഇന്ത്യൻ രാഷ്ട്രപതിയാകാം. പക്ഷേ നത്വം ശോചിത്തുമർഹസി. ഗുരുവായൂരൻ പറയാൻ, നിനക്ക് രാഷ്ട്രപതിയാവാൻ വേണമെങ്കിൽ പക്ഷേ ദുഃഖിക്കാൻ പാടില്ല. ഇനിയും ഈ ജന്മത്തിൽ നമ്മൾ ദുഃഖിക്കരുത്. കാരണം ദുഃഖമില്ലാത്ത മാനസിക അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ് കൃഷ്ണൻ നമ്മളെ. സർവദേഹങ്ങളിലും ഞാൻ ദേഹിയായി ഒരിക്കലും നശിക്കാത്ത അനന്തബോധ ഊർജമായി ഞാൻ നിലനിൽക്കുന്നു. ദേഹി എന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്, ദേഹ എന്ന് പറഞ്ഞാൽ ശരീരം. ദേഹി നിത്യം അവധ്യോയം. അവധ്യ എന്ന് പറഞ്ഞാൽ വധിക്കാൻ സാധിക്കാത്തത്, ഇല്ലാതാക്കാൻ സാധിക്കാത്തത്, നശിപ്പിക്കാൻ സാധിക്കാത്തത്. കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കുട്ടികളോട് ചോദിച്ചാൽ മതി. ഐൻസ്റ്റീൻ്റെ E=mc², ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇത് കൂടിയിട്ടുള്ള മാസ്, ഇതാണിവിടെ പഠിപ്പിക്കുന്നത്, ഇതാണിവിടെ പഠിച്ചിട്ടുള്ളത്, ഇതാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായാലോ? മക്കളോട് പറയണം. അതുകൊണ്ട് മക്കളെ ഇത് പഠിപ്പിക്കണം. അങ്ങനെ അതിനാൽ വധിക്കാൻ സാധിക്കാത്ത, നശിപ്പിക്കാൻ സാധിക്കാത്ത എനർജി നശിപ്പിക്കാൻ സാധിക്കില്ല. ആ എനർജിയാണ് എൻ്റെ ഊർജം. അത് സാന്ദ്രാനന്ദ അവബോധമാണ്. അത് അന്തരാത്മാവാണ്. സർവത്തിലും എന്നിലും നിന്നിലും. അതുകൊണ്ടാണ് തസ്മാ സർവാണി ഭൂതാനി, ജാതി മത ലിംഗ വർണ്ണ വ്യത്യാസങ്ങളിലില്ലാതെ പക്ഷിയെന്നോ പ്രാണിയെന്നോ ഉറുമ്പെന്നോ പട്ടിയെന്നോ മനുഷ്യനെന്നോ രാജാവെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലോ ലെനിനോ എംഗൽസോ സ്വപ്നം കാണുന്നതിന് മുന്നേ 5500 വർഷം മുന്നേ ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ എഴുതിയാണ് തസ്മാ സർവാണി ഭൂതാനി. ഗുരുവായൂരപ്പൻ എവിടെയാണ്? സർവാണി ഭൂതാനി, എല്ലാത്തിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ നത്വം ശോചിത്തുമർഹസി. നീ നിന്റെ ഉള്ളിലെ ഉൾക്കരുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വികസിപ്പിച്ച് ആ ശക്തി, ആ സെൽഫ് കോൺഫിഡൻസിൽ ജീവിക്കൂ. നത്വം ശോചിത്തുമർഹസി. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാണ്ടല്ല, മിനിമം അവരൊരു IAS ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം ഒരു IPS ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം ഒരു എൻജിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഒരു MBBS ഡോക്ടറായിരിക്കും. എൻ്റെ മകൻ ഈ ഭഗവത്ഗീത ഇതൊക്കെ പഠിപ്പിച്ച് എൻ്റെ മകൻ എൻജിനീയറിംഗ് പഠിക്കുന്നു. എൻ്റെ മകള് ഈ ഭഗവത്ഗീതയും വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും പഠിച്ച് വിഷ്ണു സഹസ്രവും ലളിതാ സഹസ്രവും പഠിച്ച് അവൾ ഡോക്ടറാണ്. അവരെ പഠിപ്പിച്ച മൈ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ വിഷ്ടമാണ് നിങ്ങളോട് പറയുന്നത്. കൊണ്ട് മക്കളെയും ഇത് പഠിപ്പിക്കണം. 32-ാമത്തെ ശ്ലോകത്തിൽ ഇത് പ്രൂവ് ചെയ്യുമെന്ന് ശ്രദ്ധിക്കണം. ഏത് പ്രതികൂലതയെയും ജീവിതത്തിൽ 100% അനുകൂലമാക്കി സന്തോഷമാക്കി ജീവിക്കണം. ഭാര്യയുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒട്ടക്കിയാൽ ഒരു പ്രശ്നവും. അത് കണ്ടിന്യൂ ചെയ്യരുത്. മക്കൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അവർ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേക്കും. നമ്മുടെ ഭാര്യ എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നമ്മളോട് പെരുമാറും. നമ്മൾ എത്ര ക്രൈസിസിലായാലും ശരി, ഏത് ഹോസ്പിറ്റലായാലും ശരി, ഏത് ICU യൂണിറ്റിലായാലും ശരി, പുഞ്ചിരിച്ചുകൊണ്ട് നിറപുഞ്ചിരിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഭഗവാൻ തുടർന്ന് പഠിപ്പിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 32-ാമത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം.
എതിർച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനാ ക്ഷത്രിയ പാർത്ഥ ലഭതേ ലഭതേ ലഭന്തേ യുദ്ധമീദൃശം ലഭന്തേ ദൃശ്യമീ ലഭന്തേ യുദ്ധമീദൃശം. ജീവിതം മൊത്തം പവിഴങ്ങളും നേടിയെടുക്കണം, ദുഃഖവും ദുരിതവും വിഷമവും കഷ്ടപ്പാടുകളുമില്ലാതെ. ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും വിഷമങ്ങളുമില്ലാതെ ജീവിതം നേട്ടങ്ങളുടെ പറുദീസയാക്കി മാറ്റണം. ഒരിക്കലും തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി നമ്മൾ വളർന്നു വരണം. അതിന് കൃഷ്ണൻ എന്താണ് ഇവിടെ പറഞ്ഞ സൂത്രം? വികാര വിചാരങ്ങളുടെ ചിന്തകളാകുന്ന മനസ്സാകുന്ന പാർത്ഥനോടാണിത് പറയുന്നത്. മനസ്സിലായല്ലോ? എതിർച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ. പാർത്ഥ എന്ന് പറഞ്ഞാൽ പരമാർത്ഥജ്ഞാനമറിഞ്ഞവൻ. വികാര വിചാര ചിന്തകളാകുന്ന മനസ്സിൻ്റെ പ്രതീകമാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഭഗവത്ഗീത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ആരോടാ പറയുന്നത്? മനോബുദ്ധി സംവാദം, മനോബുദ്ധി സംവാദം, മനോബുദ്ധി സംവാദം മീൻസ് എൻ്റെ മനസ്സിൻ്റെ ചോദ്യങ്ങളാണ്, എൻ്റെ ബുദ്ധിയുടെ ഉത്തരങ്ങളാണ്. അപ്പോൾ വികാര വിചാര ചിന്തകളാകുന്ന മനസ്സാകുന്ന പാർത്ഥനോട് കൃഷ്ണൻ ദി ലീഡർഷിപ്പ് ബ്രെയിനായ കൃഷ്ണൻ പറയുന്നു. ആരാണ്? ദി ലീഡർഷിപ്പ് ബ്രെയിൻ പറയുന്നു. എന്ത്? സുഖിന ക്ഷത്രിയ പാർത്ഥ. എന്താണ്? സുഖിന ക്ഷത്രിയ പാർത്ഥ. സുഖിന ക്ഷത്രിയ. ക്ഷത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. മാർസിസ്റ്റുകാർ പറയുന്ന രീതിയിലുള്ള ജാതിയല്ല ഇത്. പിന്നെ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണ കർമ്മ വിഭാഗജ. ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും. ഗുണം എന്താണ്? IAS പഠിച്ച ആൾക്കാരൊക്കെ IAS ഓഫീസർ വരെ, IPS പഠിച്ചവരൊക്കെ IPS ഓഫീസർ, DCivil പഠിച്ചവരൊക്കെ അത്, എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെ ഡോക്ടർ. ഇതുപോലെ ഗുണ കർമ്മ വിഭാഗജ. ഗുണം കൊണ്ടും അവരുടെ തൊഴിലും കൊണ്ടുള്ള വ്യത്യാസം. അപ്പം ഇവിടെ ക്ഷത്രിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖിന ക്ഷത്രിയ. ക്ഷത്രിയ എന്ന് വെച്ചാൽ ക്ഷതത്തിനെ ത്രാണനം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്നവൻ. ക്ഷതം എന്ന് വെച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളായാലും മനസ്സിനകത്തുണ്ടാകുന്ന മുറിവുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഇവർ ഉയർത്തെഴുന്നേൽക്കുക. അതുകൊണ്ടാണ് ഇവർക്ക് വർമ്മ എന്ന് പേര്. വർമ്മ എന്ന് വെച്ചാൽ അകത്തും പുറത്തും സുഖസ്വരൂപം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ ക്ഷത്രിയൻ ഏത് ക്ഷതത്തിൽ നിന്നും ഏത് പ്രതികൂല പ്രതിസന്ധികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഏത് യുദ്ധത്തിൽ നിന്നും അതിനെയൊക്കെ ത്രാണനം ചെയ്യുന്നു. മീൻസ് 100% ഉണർന്ന് ഉയർന്ന് തുള്ളിച്ചാടി മുന്നോട്ട് പോകണം. എവിടേക്ക്? ജീവിതത്തിൻ്റെ രാജാക്കന്മാരാകാൻ, ജീവിതത്തിൻ്റെ എംപറർമാരാകാൻ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇവിടെ ഭഗവാൻ പറയുന്നു സുഖിന. ആനന്ദമാണ്. ആ ആനന്ദം അനുഭവിക്കാൻ എന്ത് വേണം? ഏത് സംഭവമായാലും യാദൃച്ഛികമായി വന്നു ചേരുന്ന എന്തായാലും ശരി, എതിർച്ഛയാ ചോപപന്നം. യാദൃച്ഛികമായിട്ടാണ് ഇവിടെ യുദ്ധം വരുന്നത്, യാദൃച്ഛികമായിട്ടാണ് ആക്സിഡന്റ് പറ്റുന്നത്, യാദൃച്ഛികമായിട്ടാണ് ഡൈവേഴ്സ് ഉണ്ടാവുന്നത്, യാദൃച്ഛികമായിട്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ. ഒരു കോള് വന്നാൽ മതി യാദൃച്ഛികമായിട്ട് ഡിം. യാദൃച്ഛികമാണ് എല്ലാം. ആ യാദൃച്ഛികമായിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും ആ യാദൃച്ഛികമായിട്ട് വരുന്നതിന് എതിർച്ഛയാ ചോപപന്നം. അത് സ്വർഗദ്വാരമപാവൃതം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഗോപുരമാക്കി മാറ്റണം എന്നുള്ളതാണ് കൃഷ്ണൻ പറയുന്നത്.
എത്ര സിമ്പിളാണെന്ന് നോക്കിയാൽ. യാദൃച്ഛികമായിട്ട് ജീവിതത്തിൽ എന്ത് ഇൻസിഡൻറ്റ് പറ്റിയാലും ആ ഇൻസിഡൻറ്റ് മുഴുവൻ നമ്മളെ തളർത്തുകയും തകർക്കുകയും ചെയ്യാൻ നമ്മളതിന് നിന്നു കൊടുക്കരുത്. ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള ഗോപുരമാണെന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ സ്വർഗദ്വാരം അപാവൃതം. എന്താണ് സ്വർഗം? സ്വർഗച്ഛതി ഇതി സ്വർഗ. സെമിറ്റിക് മതങ്ങളെ പോലെ മരിച്ച ശേഷം അവിടെ കർത്താവിൻ്റെ തിരുസന്നെ മുന്തിരിത്തോപ്പിൽ അടിച്ചു വാരാനല്ല, മരിച്ചു കഴിഞ്ഞ ശേഷം അവിടെ ഹൂതികളുമായിട്ട് ശരണമയ്യപ്പ. ഞാനിപ്പോൾ ഒന്നും പറയണില്ല. ആ സ്വർഗമല്ല ഇവിടെ. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മുടെ ജീവിതം കൊണ്ടു നടക്കുന്നതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ലഭതേ, അവസരമായി കണ്ട്. ലഭത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ജീവിതത്തിൽ അവസരമായി കണ്ട് ആ അവസരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈശ്വര അനുഗ്രഹമായി എന്തിനേയും കാണണം. സ്വർഗീയതയോടെ നിറപുഞ്ചിരി കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. നിന്റെ ബ്രെയിൻ ലീഡർ അതാണ് കൃഷ്ണൻ. ബ്രെയിൻ ബോസ് അതാണ് കൃഷ്ണൻ. ഞാൻ നിനക്ക് വഴികാട്ടിയായി മുന്നോട്ട് 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 നിനക്കൊരു ഗൈഡായി ഞാനുണ്ട്. ടേക്ക് ഡീവിയേഷൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ വളച്ചെടുക്കണം. ആ സിമ്പലായി ലൈക്ക് തമ്പ് ഞാൻ നിനക്ക് തരുന്നു. മുന്നോട്ട് പാർത്ഥസാരഥിയായി മാനവരാശിയുടെ തേരാളിയായി കൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. അതിന് വേദങ്ങൾ പറയും, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയാണ് സാരഥി എന്ന് തിരിച്ചറിഞ്ഞാലും വേദങ്ങൾ പറയുന്നു, കഠോപനിഷത്തിലാണ് ഈ മന്ത്രം. പഠിക്കണം നമ്മൾ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ നിറപുഞ്ചിരു പ്രഹസന്നിവ ഭാരത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഗുരുവായൂർ പോയി കഴിഞ്ഞാലും അമ്പാടിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മളോട് നിൽക്കുന്നതിനുള്ള സത്യം നിങ്ങൾക്കറിയാമല്ലോ. ഏതായാലും ശരി, ആ പരമപ്രേമസ്വരൂപനായ കൃഷ്ണൻ്റെ പരമപ്രേമ ഗീതമാണ് ഈ വരികൾ. അതുകൊണ്ട് തന്നെ ഈ വരികൾ പഠിക്കണം, വീട്ടിൽ എഴുതി വെക്കണം, കിച്ചണിൽ എഴുതി വെക്കണം, പൂജാമുറിയിൽ എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ കുട്ടികളും ബാക്കി എല്ലാവരും ഇത് പഠിപ്പിച്ചോളും. അപ്പോൾ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ മുന്നിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം, യുദ്ധം ആസ്വദിക്കണം, അഭിരുചിയാക്കി മാറ്റണം. ജീവിതത്തിലെ ഏത് യുദ്ധവും അഭിരുചിയായി മാറ്റണം. ശ്രദ്ധിക്കണം, അഭിരുചിയാക്കി മാറ്റണം. ഇവിടെയാണ് വീണ്ടും ലഭന്തേ ശാസ്ത്രങ്ങൾ. ഇവിടെ വേദമാകുന്ന ശാസ്ത്രവും ആയോധന കലയായ അർജുനൻ പഠിച്ച ആയോധനം, അതാണ് ശസ്ത്രം. വേദങ്ങളാണ്, ഉപനിഷത്തുക്കളാണ് ശസ്ത്രം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിച്ച് കഴിവ് തെളിയിക്കാൻ ഒരവസരം കിട്ടിയിരിക്കുകയാണ് അർജുന. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു അവസരമായി കാണണം എന്തിനേയും. അത് മധുരതരമായി ആസ്വദിക്കണം. ഹതോ വാപ്സ്യസി സ്വർഗം ജിത്വാ വാ മോക്ഷസേമഃ തസ്മാലുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ജീവിതത്തിൻ്റെ യുദ്ധം നിശ്ചയിച്ചതുപോലെ എല്ലാം മുന്നോട്ട് പോകട്ടെ, പിറകോട്ട് കാലെടുത്ത് വെക്കരുത്. അപ്പോൾ കോട്ടങ്ങളില്ലാത്ത നേട്ടങ്ങളുടെ രാജകുമാരനാക്കുന്ന കൃഷ്ണേന്ദ്രജാലമാണ്. സ്വപ്നേന്ദ്രജാല സദൃശം ജഗത്ത് എന്നാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അനന്തമായ അനന്താനന്ദമാണ് ഈ ജഗത്ത്, ഈ കൃഷ്ണഗീതം. പ്രതികൂലതയെ ശ്രദ്ധിക്കണം. 100% പ്രതികൂലതയാണ്. കാരണം ഇത് കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ്. 1% കെയർലെസ് ആയാൽ മതി, തല പോകും. യുദ്ധഭൂമിയാണ്. ഇതുപോലെ നമ്മൾ ജീവിത യുദ്ധഭൂമിയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കണം. ഏത് നരകത്തെയും ഏത് പ്രതികൂലതയും അനുകൂലമാക്കി സ്വർഗീയമായ ഒരു വസന്ത സിന്ദൂരമാക്കണം നമ്മുടെ ജീവിതം. അന്തരാത്മാവായ കൃഷ്ണൻ ഒപ്പമുണ്ട്, പാർത്ഥസാരഥിയായ കൃഷ്ണൻ ഒപ്പമുണ്ട്. ജീവിതം സ്വർഗീയമായി ആസ്വദിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. 4 വാഴുള്ള ഹൃദയം തൊട്ട് പറയുകയാണ്,
ഭഗവത്ഗീത പഠിക്കണം. ഈ 2 ശ്ലോകങ്ങളും പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അവരുടെ ജീവിതം, അവരുടെ ഹൃദയവും പ്രേമസാഗരമാക്കി കൊണ്ട് നടക്കട്ടെ. നല്ല ഒരു ജീവിതം നിങ്ങൾക്കും ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ശ്രദ്ധിക്കണം, ഭഗവത്ഗീത പഠിക്കണം. ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സുകൾക്കും എല്ലാവരിലും എത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ.